വിടരും മുമ്പേ കൊഴിയുക എന്ന് പറയുന്നത് പോലെ തുടങ്ങും മുമ്പേ ഒടുങ്ങുമോ നരേന്ദ്രമോദി 3.0 സർക്കാർ എന്നതാണ് ഇന്നുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മറ്റൊന്നുമല്ല, മന്ത്രിസഭാ രൂപീകരണ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ NDA ക്യാമ്പിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി, നിതീഷ് കുമാറിന്റെ JDU, ചിരാഗ് പാസ്വാന്റെ LJP, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച, കർണാടകയിൽ നിന്ന് 3 സീറ്റിൽ മത്സരിച്ച JDS, മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം തുടങ്ങി നിരവധി ഘടകകക്ഷികൾ നിരവധി ആവശ്യങ്ങളുമായി ഇങ്ങനെ NDA സഖ്യത്തിൽ പുകച്ചിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്ലിങ്ങസ്യ അടിച്ചിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഒരു കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിലപേശൽ. അതായത് ഞങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് സുപ്രധാന വകുപ്പുകൾ വേണം, ഞങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണം, ഞങ്ങൾക്ക് പ്രതിരോധ വകുപ്പും ആഭ്യന്തര വകുപ്പും റെയിൽവേ വകുപ്പും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരേ വകുപ്പിന് വേണ്ടി അങ്ങ് കടിപിടി കൂടുകയാണ് NDAയിലെ ഘടകകക്ഷികൾ. വരാൻ പോകുന്ന വലിയ വിപത്ത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിതരായാൽ ആദ്യം മുതൽ അവസാനം വരെ നേരിടാൻ പോകുന്ന വലിയ സമ്മർദ്ദം അത് എത്രത്തോളം ഭീകരമായിരിക്കും, ഇതിനെയൊക്കെ എങ്ങനെ മേച്ചുകൊണ്ടുപോകും എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെയാണ് ഡൽഹിയിൽ NDA യോഗം ചേർന്നത്. അതിൽ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടതെല്ലാം സുപ്രധാനമായ വകുപ്പുകളായിരുന്നു. ഇതിനിടയിൽ 8-ാം തീയതി വരുന്ന ദിവസം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും NDA മന്ത്രിസഭ കേന്ദ്ര സർക്കാർ അധികാരത്തിലേൽക്കുമെന്നും BJP പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 8-ാം തീയതി ഈ ചടങ്ങ് നടക്കുമോ എന്ന കാര്യത്തിൽ പോലും വലിയ അനിശ്ചിതത്വമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതുവരെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു സമവായത്തിലും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതോടുകൂടി TDP ആയാലും NCP ആയാലും ചില നിർണായകമായ മുന്നറിയിപ്പുകൾ BJPക്ക് നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങൾ ആവശ്യപ്പെട്ട വകുപ്പുകൾ തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഘടകകക്ഷിക്കൊപ്പം നിൽക്കില്ല, മറിച്ച് പുറത്തുനിന്ന് പിന്തുണ നൽകും. അതായത് ഒരു കാറ്റടിച്ചാൽ ദാ വീണു സർക്കാർ എന്ന അവസ്ഥ വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തരം, പ്രതിരോധം, റെയിൽവേ, കൃഷി, ജലശക്തി, ഗതാഗത വകുപ്പുകൾ ഒന്നിലേറെ കക്ഷികൾ ചോദിച്ചു എന്നുള്ളതാണ്. ലോക്സഭാ അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് 8 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, 1 സഹമന്ത്രി സ്ഥാനം, റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട നഗര വികസനം, കൃഷി, ജലശക്തി, IT, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ ക്യാബിനറ്റ് പദവിയുമാണ്. ധനകാര്യ വകുപ്പിൽ സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടു. ഇനി നിതീഷ് കുമാറിന്റെ കാര്യം നോക്കാം. 3 ക്യാബിനറ്റ് പദവികളാണ് JDU ആവശ്യപ്പെട്ടത്. റെയിൽവേ, ഗ്രാമവികസനം, ജലശക്തി വകുപ്പുകൾ നിതീഷിന് താല്പര്യമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ റെയിൽവേയിൽ പണ്ട് മന്ത്രിയുമായിരുന്നു. അതായത് ഗതാഗതമോ കൃഷിയോ ഒക്കെ ലഭിച്ചാൽ തൃപ്തരായേക്കുമെന്ന സൂചനകൾ ഉണ്ട് എങ്കിലും സുപ്രധാന വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ശക്തമായ ഇടപെടൽ ഈ ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം TDP ആവശ്യപ്പെട്ട സ്പീക്കർ സ്ഥാനം JDUവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, BJP നേരിടുന്ന വെല്ലുവിളികൾ. 400 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടി ഒരു ഏകാധിപത്യ ലൈനിൽ അങ്ങ് അധികാരത്തിലേറാമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട മോദിക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്തു വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പതാ ഇവരൊക്കെ കിടന്ന് കടിപിടി കൂടുകയാണ്, ഇവരൊക്കെ കിടന്ന് പദവികൾക്ക് വേണ്ടി ചാടിക്കളിക്കുകയാണ്. ഇങ്ങനെ ഒരവസ്ഥ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നായിരുന്നു പണ്ട് മോദിയും അമിത്ഷായും ഒക്കെ വേദികൾ തോറും പ്രസംഗിച്ചു നടന്നത്. അതായത് ഇന്ത്യ മുന്നണി തല്ലിപ്പിരിയും, പ്രതിപക്ഷ ഐക്യത്തിന് കെട്ടുറപ്പില്ല, അവർക്കൊരു നേതാവില്ല, അവർ തകരും എന്ന മട്ടിലൊക്കെ വലിയ തോതിൽ വാദങ്ങൾ നടത്തി മുന്നോട്ട് പോയ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇപ്പോൾ സ്വന്തം പാളയത്തിൽ കൂട്ടയടി തുടക്കത്തിലേ നടക്കുന്നത് കണ്ട് നടുങ്ങിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അതേസമയം ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ നോക്കുക. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന ആവശ്യം ഇന്ത്യ മുന്നണിയിൽ പൊതുവിൽ ഉയരുകയാണ്. ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തേക്ക് 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയുടെ ജനമനസ്സുകളുടെ പൾസറിഞ്ഞ് അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ് ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണമെന്ന് എല്ലാവരും പറയുമ്പോൾ ഇവിടെ BJPയുടെ കാര്യത്തിൽ, NDAയുടെ കാര്യത്തിൽ മൊത്തത്തിൽ പാകപ്പിഴകളാണ്, താളപ്പിഴകളാണ്. അത് വരാൻ പോകുന്ന
വലിയ ഒരു വിപത്തിന്റെ സൂചനയാണ്. അതായത് NDA നേരിടാൻ പോകുന്ന നരേന്ദ്രമോദി 3.0 സർക്കാർ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിന്റെ സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറ്റ് പാർട്ടി LJP, ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, അവർ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ BJP ഉറപ്പുകൊടുത്തു എന്നാണ് വിവരം. റെയിൽവേ വകുപ്പ് ചോദിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായില്ല എന്നും പറയുന്നു. ഒരു സഹമന്ത്രി സ്ഥാനം കൂടി LJP ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മഞ്ചി ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ് JDS വേണമെന്ന് HD കുമാരസ്വാമി ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും ശിവസേന നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ യോഗത്തിൽ ചോദിച്ചു എന്ന വിവരവും മാതൃഭൂമി പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം സർക്കാർ രൂപവൽക്കരണം വേഗത്തിലാക്കണമെന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വേഗത്തിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് പെട്ടെന്ന് തന്നെ ഇത് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയോ പ്രതിപക്ഷവുമായി ചർച്ച നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന ഒരു ദുസ്സൂചനയാണ് അവർ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരിക്കണം, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് ഒരു സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളുടെ നേതാക്കൾ ജൈവികമല്ല ദൈവീകം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കന്യാകുമാരി പാറപ്പുറത്തിരുന്ന ധ്യാനത്തിന് ശേഷം പറയുകയാണ്. ധ്യാനത്തിന്റെ ഒരു പവർ ആലോചിച്ച് നോക്ക്. എന്താണല്ലേ, കണ്ണടച്ച് കന്യാകുമാരിയിലെ പാറയിൽ പോയിരുന്ന് ചുറ്റും ക്യാമറകൾ വെച്ച് ധ്യാന നിരതനായി ഉപവസിച്ച് അതിന്റെ വീഡിയോ പുറത്തു വന്ന് അധികം കഴിയാതെ ആശാന്റെ കാര്യം മൊത്തം വെള്ളത്തിലായി. ധ്യാനത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും വിവേകാനന്ദ പാറയ്ക്കും കന്യാകുമാരിക്കും ദക്ഷിണേന്ത്യക്കും ഒക്കെ അറിയാം പണി എങ്ങനെ കൊടുക്കണമെന്ന്. ആ പണി കൃത്യമായി തന്നെ ആശാന് കൊണ്ടിട്ടുണ്ട്. എന്തായാലും NDA സർക്കാർ 8-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് BJP പ്രഖ്യാപിച്ചെങ്കിലും അത് നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. കാരണം ഈ തല്ലും ബഹളവും മക്കാണോ ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണമല്ലോ ഇത് നടത്താൻ. എന്തായാലും വിചാരിച്ച പോലെ അത്ര എളുപ്പമാകില്ല മോദിക്കും സംഘത്തിനും ഇനിയുള്ള കാര്യങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാമെങ്കിലും ഒരു മുള്ളുവേലിയിൽ കയറി ഇരിക്കുന്ന പ്രതീതിയായിരിക്കും ഒരുപക്ഷെ മോദിക്ക് ഉണ്ടാവുക എന്ന് മാത്രമല്ല, BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഏതൊക്കെ പദവികളിൽ ഇരുത്തണം എന്ന കാര്യത്തിലും വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഘടകകക്ഷികൾക്ക് പ്രധാനപ്പെട്ട പദവികളൊക്കെ അവർ ചോദിക്കുന്നതിനനുസരിച്ച് എടുത്തു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ തുടങ്ങി ഒരുപാട് പ്രമുഖരുണ്ട്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടവും വലവും മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് കെട്ടുറപ്പുള്ള ഒരു മന്ത്രിസഭ എന്ന രീതിയിൽ കഴിഞ്ഞ സർക്കാരിനെ നയിച്ച, അല്ലെങ്കിൽ BJP വിചാരിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ മോദിക്കൊപ്പം കൈയോട് കൈ മെയ്യോട് മെയ് നിന്ന ആ പ്രധാനികളൊക്കെ എന്ത് ചെയ്യും? അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പല്ലാതെ അതിൽ കുറഞ്ഞൊരു വകുപ്പ് കൊടുത്താൽ അദ്ദേഹം എന്ത് ചെയ്യും? രാജ്നാഥ് സിംഗിന് പ്രതിരോധമല്ലാതെ, അല്ലെങ്കിൽ ആ പവറുള്ള തത്തുല്യമായ മറ്റൊരു പദവി ഇല്ലെങ്കിലും ഏകദേശം അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു പദവി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ BJP ക്യാമ്പിനെ ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയും, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടികൾ, അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാരം എങ്ങനെ കാണും എന്നുള്ളതാണ് മോദിയൊക്കെ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രാഥമികമായ ടാസ്ക്. എന്തായാലും വിടരും മുമ്പേ കൊഴിയും എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയത്തിന് പിന്നാലെയുള്ള NDA ക്യാമ്പിന് ശേഷം കൂട്ടയടിക്ക് സമാനമായ അവസ്ഥ കടിച്ചു കീറുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കത് ഒരേ സാധനം, ഒരേ വകുപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്. ഇതൊക്കെ കണ്ട് അപ്പുറത്തൊരാൾ ചിരിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹന്തയും ദൈവീകമെന്ന ചിന്തയും ഏകാധിപത്യ പ്രവണതയും തൻ്റെ നിരന്തരമായ പ്രയത്നത്തിലൂടെ അവഹേളനങ്ങളെയും കളിയാക്കലുകളെയും തളർത്താനുള്ള ശ്രമങ്ങളെയും അയോഗ്യനാക്കിയ നീക്കത്തെയും ഒക്കെ അതിജീവിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന് കൃത്യമായ പ്രതികാരം, അതും സ്നേഹത്തിന്റെ ഭാഷയിൽ, വർഗീയതയും വിദ്വേഷവും സംസാരിച്ചവർക്ക് മുന്നിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി സ്നേഹവും സാഹോദര്യവും ഈ രാജ്യത്തുണ്ട്, അത് വേണം എന്ന് മതനിരപേക്ഷതയുടെ ഭാഷയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ വെറുതെ ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ കൂളാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ചിരിയുണ്ട്. ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലൊക്കെ അദ്ദേഹം വളരെ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. താത്വികമായി അല്ലെങ്കിൽ സാങ്കേതികമായി ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ പരമൊരു വിജയം ഇന്ത്യ മുന്നണിക്ക് വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്ത് തന്നെ ഞങ്ങൾ ഇരുന്നോളാം, ഞങ്ങൾ ഈ കളിയൊക്കെ ഒന്ന് കാണട്ടെ
എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞത്. എന്തായാലും 400 സീറ്റ് നേടി, BJP കേവല ഭൂരിപക്ഷം നേടി, കുറേ പട്ടികയൊക്കെ ഉണ്ടാക്കി അതൊക്കെ അങ്ങ് നടപ്പാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അവസാനം നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം. BJP ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് കരകയറുന്നതെന്ന് കണ്ടു നോക്കാം, കാത്തിരിക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ നീക്കങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് എല്ലാ കൃത്യമായ വിവരങ്ങളുമായി ദ ജേർണലിസ്റ്റ് എന്നും പ്രേക്ഷകർക്ക് മുന്നിൽ ഉണ്ടാകും. കാത്തിരിക്കുക.